ഒരു സംഭവം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇതെന്താ? ഗൂഗിൾ ക്ലൗഡ്. ഇതെന്തിനാ യൂസ് ചെയ്ത്? നമ്മളിപ്പോൾ വി പി എസ് ഹോസ്റ്റിംഗ്, അതായത് ഇപ്പോൾ ജാങ്കോ തന്നെ നമ്മൾ വി പി എസ് ഹോസ്റ്റിംഗ് ആണ് ചെയ്യാറ്. അതായത് ഉബുണ്ടു സെർവറിൽ നമ്മൾ ഹോസ്റ്റ് ചെയ്യും വി പി എസ്. നോർമലി HTML CSS സൈറ്റുകളിൽ നമുക്കിത് ചെയ്യേണ്ട ആവശ്യമില്ല. അത് ജസ്റ്റ് HTML CSS ഗിറ്റബ് കൊണ്ടുപോയിട്ട് അത് വർക്ക് ചെയ്യും. പക്ഷേ വി പി എസ് നമുക്കൊരു സെർവർ വേണം. അതിന് ഹോസ്റ്റിംഗറൊക്കെ ആണെങ്കിൽ മന്ത്ലി ഒരു 1000 രൂപ വേണം. അതുകൊണ്ട് നമുക്ക് ടെസ്റ്റിങ്ങിനും നമ്മുടെ പേഴ്സണൽ ആവശ്യങ്ങൾക്കും ഗൂഗിൾ ക്ലൗഡ് യൂസ് ചെയ്യും. ഒരു 90 ദിവസത്തിൽ ഫ്രീ ആണ്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇത് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നിങ്ങളോട് ചോദിക്കും, ഒരു കാർഡ് ചോദിക്കും. അല്ലെങ്കിൽ GPay ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഇതിൽ പേയ്മെൻറ്റ് ചെയ്യാം. ഒരു ₹2 അക്കൗണ്ടിൽ നിന്ന് ഡെബിറ്റ് ആവും. അത് അതേപോലെ തന്നെ ക്രെഡിറ്റ് ആയിരിക്കും. അപ്പം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഇത് 90 ദിവസത്തേക്ക് യൂസ് ചെയ്തിട്ടുള്ള സ്കീം ആക്റ്റീവ് ആവും. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നുള്ളതാണ് ഇത്. ഈ കൺസോൾ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഞാൻ ചെയ്തു വെച്ച പ്രോജക്റ്റ് ഉണ്ട്. ഇവിടെ VM ഇൻസ്റ്റൻസ്. എനേബിൾ ചെയ്യാം. ഓക്കെ, ഞാൻ ബില്ലിങ്ങിൻ്റെ ഇഷ്യൂ വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് ഈ ഇതിൽ കാണിക്കാത്തത്. ഓക്കെ, അപ്പോൾ എൻ്റെ കയ്യിൽ ഓൾറെഡി വരുന്നുണ്ട്. ജസ്റ്റ് ഞാൻ അതൊന്ന് കാണിച്ചു തരാം. ഓൾറെഡി ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. മറ്റെന്താ വെച്ചാൽ 90 ദിവസം കഴിഞ്ഞപ്പോൾ അത് കഴിഞ്ഞു. അല്ലെങ്കിൽ നിങ്ങൾ അക്കൗണ്ടിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി ചെറിയ എമൗണ്ട് യൂസ് ചെയ്യുന്നതിനനുസരിച്ച് പോയിക്കോളും. ഞാനത് എനേബിൾ ചെയ്ത് വെച്ചിട്ടുണ്ടായില്ല, അതുകൊണ്ട് പോയി. അപ്പോൾ ഓൾറെഡി ഞാൻ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. VM ഇൻസ്റ്റൻസ് ടൈപ്പ് ചെയ്യാം. ഇപ്പം ഞാൻ ഹോസ്റ്റ് ചെയ്ത് വെച്ചതിൻ്റെ ഇത് വരും. ഓക്കെ, ഞാൻ ഇവിടെ ഒരു സൈറ്റ് ഹോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു ഇൻസ്റ്റൻസിൻ്റെ ഉള്ളിൽ, അതായത് ഈ ഒരു ഇൻസ്റ്റൻസ് പറഞ്ഞാൽ ഒരു ഉബുണ്ടു, അതായത് നമ്മളിപ്പോൾ വിൻഡോസ് യൂസ് ചെയ്യുന്നത് അതേപോലെ ഉബുണ്ടു അല്ലെങ്കിൽ ലിനക്സ് ഒരു സിസ്റ്റമായിട്ട് നിങ്ങൾ നോക്കുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഈ സാധനങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ജസ്റ്റ് ഇതൊന്ന് ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ ഇതാണ് അതിൻ്റെ IP. ഞാൻ ടെസ്റ്റിംഗ് പർപ്പസിന് യൂസ് ചെയ്യുകയാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. ഇത് കഴിഞ്ഞ് ഞാൻ ഡിലീറ്റ് ചെയ്യും ആ ഒരു ഇൻസ്റ്റൻസ്. കണ്ടോ, ഞാൻ ഇവിടെ ഒരു സൈറ്റ് ഹോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ APIക്ക് വേണ്ടി യൂസ് ചെയ്തതാണ്. /API യൂസ് ചെയ്ത് കഴിഞ്ഞാൽ API. ഓക്കെ, നമുക്ക് എക്സ്പ്രസ് നോക്കി, അത് Node.js API ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്, അതുകൊണ്ട് എക്സ്പ്രസ് നോക്കി. ഇതേപോലെ പുതിയൊരു ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്താൽ അടുത്തൊരു ഉബുണ്ടു സെർവർ എനിക്ക് കിട്ടും. അതിൻ്റെ ഉള്ളിൽ നമുക്ക് എന്താ വേണ്ടത് ഹോസ്റ്റ് ചെയ്യാം. അതിൻ്റെ സെപ്പറേറ്റ് എക്സ്റ്റേണൽ IP കിട്ടും. ഈ IP യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതേപോലെ വെബ്സൈറ്റുകൾ കാണാം, പബ്ലിക്കായിട്ട് അവൈലബിൾ ആക്കാം. ഇത് നോട്ട് സെക്യൂർ HTTPS-ലാണ്. ഇത് നമുക്ക് ഡൊമൈനിക്ക് പോയിന്റ് ചെയ്യാം, അതായത് റെക്കോർഡ് ആയത് ഡൊമൈനിക്ക് പോയിന്റ് ചെയ്യാം. എന്നാൽ മാത്രമേ നമുക്ക് www ആ പേര് .in.com അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടത്തുള്ളൂ. ജസ്റ്റ് ഇവിടെ SSH ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഉബുണ്ടു സെർവറിൻ്റെ ഉള്ളിലേക്ക് നിങ്ങൾക്ക് ആക്സസ് കിട്ടും. ഓതറൈസേഷൻ ഇങ്ങനെ അല്ലെങ്കിലും MobExtreme യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പിൽ ഈ സാധനം വർക്ക് ചെയ്യിപ്പിക്കാം. പക്ഷേ ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്യുന്നതാവും നിങ്ങൾക്ക് പഠിക്കാൻ സുഖം. അതിനുശേഷം നിങ്ങൾ നോർമലായിട്ട് SSH കീയും പാസ്വേഡ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് കയറാം. അപ്പോൾ ജസ്റ്റ് ഉബുണ്ടു യൂസ് ചെയ്യാത്തവരാണെങ്കിൽ LS പറഞ്ഞ് ലിസ്റ്റ് ചെയ്യാനാണ്. ഇവിടെ എന്തൊക്കെ ഉണ്ട്, എൻ്റെ പ്രൊജക്റ്റ് ഇവിടെ കിടക്കുന്നുണ്ട്, അതിൻ്റെ ഉള്ളിലേക്ക് പോകാനുള്ള കമാൻഡ്, അങ്ങനെ കുറേ സാധനങ്ങൾ അതിൻ്റെ ഉള്ളിലുണ്ട്. അതൊക്കെ നമുക്ക് ഭാവി പതുക്കെ പഠിക്കാം. അപ്പോൾ അടുത്തത് ഇത് ഹോസ്റ്റിങ്ങിനുള്ളതാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ള ഫയൽ ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യാം, സെലക്ട് ചെയ്ത് കൊടുക്കുക. ഏതാണ് നിങ്ങൾ ഹോസ്റ്റ് ചെയ്യണം അതിനെ സിപ്പാക്കിയിട്ട് ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ടൈം പിടിക്കും. അപ്പോൾ അത് നിങ്ങൾ ചെയ്ത് വെക്കുക. അടുത്ത നമ്മളൊരു പ്രൊജക്റ്റ് ഇതിൽ ഹോസ്റ്റ് ചെയ്ത് കാണിച്ചു തരാം. അതാണ് നെക്സ്റ്റ് വീഡിയോ. ഓക്കെ അല്ലേ? അപ്പോൾ ജസ്റ്റ് ഇത് ഫ്രീ കിട്ടാത്തവരാണെങ്കിൽ ഒരു കാർഡ് ജസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ UPI ആഡ് ചെയ്ത് കൊടുക്കുക. അത്ര തന്നെ മതി. അപ്പോൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ക്രെഡിറ്റ് ആയിക്കോളും. ഇതിൻ്റെ യൂസേജ് വേറെ കുറേ യൂസേജസ് ഉണ്ട്. നമുക്ക് ഭാവിയിൽ നോക്കാം. ഓക്കെ അല്ലേ?